ഹലോ എവരിവൺ, വെൽക്കം ടു അക്കൗണ്ടിങ് ഫോർ സൊല്യൂഷൻ. GST എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഗവൺമെൻറ്റിൻ്റെ പുതിയ റൂൾ അനുസരിച്ച് പ്രൊഡക്ട്സിൻ്റെ ടാക്സ് റേറ്റിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. 12% ടാക്സ് റേറ്റ് വരുന്ന ഐറ്റംസ് 5%ലേക്കുമാണ് അപ്ഡേറ്റ് ആയിരിക്കുന്നത്. ഈ അപ്ഡേഷൻ മാർഗ് സോഫ്റ്റ്വെയറിൽ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അതിന് ആദ്യമായി നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്ന കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ബാക്കപ്പ് എടുക്കുക. ബാക്കപ്പ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ പ്രോസസ്സിലേക്ക് കടക്കുന്നത്. ഹോം സ്ക്രീനിൽ ചെന്നതിന് ശേഷം മാസ്റ്റേഴ്സ്, ഈസ് ഓഫ് GST, ഐറ്റം GST പെർസെൻറ്റേജ് HSN ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന വിൻഡോയിൽ അക്സെപ്റ്റ് കൊടുക്കുക. അക്സെപ്റ്റ് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളുടെ ഐറ്റംസും അതിൻ്റെ ടാക്സ് റേറ്റും HSN കോഡും ലിസ്റ്റായിട്ട് വരും. ഈ റിപ്പോർട്ട് നമുക്ക് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് കീബോർഡിൽ ഫംഗ്ഷൻ F10 യൂസ് ചെയ്ത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് കൊടുത്തതിന് ശേഷം കാണിക്കുന്ന പാത്തിലേക്കാണ് നമ്മളുടെ എക്സൽ സേവ് ആവുക. ആവശ്യമെങ്കിൽ ഈ പാത്ത് നമ്മൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ദെൻ ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മാത്രം മതി. അതിനുശേഷം മാർഗ് വിൻഡോ മിനിമൈസ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ എക്സൽ കാണാൻ കഴിയും. അതിൽ നമ്മൾ ടാക്സ് റേറ്റുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ IGSTയുടെ കോളം സെലക്ട് ചെയ്യാം. കോളം സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ Ctrl+H കൊടുക്കുക. Ctrl+H കൊടുത്തതിന് ശേഷം വരുന്ന വിൻഡോയിൽ ടാക്സ് പെർസെൻറ്റേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ 12%, തൊട്ട് താഴെ 5%. ദെൻ റീപ്ലേസ് ഓൾ ഓപ്ഷൻ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ 12%ലുള്ള എല്ലാ ടാക്സ് റേറ്റുകളും 5%ലേക്ക് കൺവേർട്ട് ആകുന്നു. ദെൻ നെക്സ്റ്റ് IGST കോളം ഓർ SGST കോളം, ഇതിലേതെങ്കിലും ഒരു കോളം സെലക്ട് ചെയ്യുക. വരുന്ന വിൻഡോയിൽ 6%, തൊട്ട് താഴെ 2.5%, റീപ്ലേസ് ഓൾ. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ 6%ലുള്ള എല്ലാ ഐറ്റംസും 2.5ലേക്ക് ചേഞ്ച് ആവുന്നതാണ്. അതിനുശേഷം ഈ എക്സൽ നമ്മൾക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ മാർഗ് ഓപ്പൺ ചെയ്യുന്നു. ദെൻ ഓപ്പണായി വരുന്ന ആ വിൻഡോയിൽ വെച്ചിട്ട് ഫംഗ്ഷൻ F10 കൊടുക്കുക. ഫംഗ്ഷൻ F10 കൊടുത്തതിന് ശേഷം എക്സ്പോർട്ട് എന്ന് വരുന്ന ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് തൊട്ട് താഴെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മാത്രം മതി. എൻ്റർ അടിച്ചതിന് ശേഷം കാണിക്കുന്ന മെസ്സേജ് അത് ഓക്കെ കൊടുക്കുക. ദെൻ ഓപ്പണായി വരുന്ന ബോക്സിൽ എക്സൽ സേവ് ചെയ്തേക്കുന്ന പാത്ത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ എൻ്റർ അടിച്ച് എക്സൽ ഇമ്പോർട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം റാൻഡംലി ഏതെങ്കിലും ഒരു ഐറ്റം എടുത്ത് ടാക്സ് റേറ്റ് ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയും പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നമ്മളുടെ ടാക്സ് റേറ്റുകൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. GST അപ്ഡേറ്റ് ചെയ്യാൻ വേറൊരു മെത്തേഡും കൂടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ എടുക്കുക, HSN മാസ്റ്റർ. ദെൻ ലിസ്റ്റ് ആവുന്ന HSNൽ നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട HSN സെലക്ട് ചെയ്യുക. ദെൻ കീബോർഡിൽ F3 കൊടുക്കുക. അതിനുശേഷം ടാക്സ് റേറ്റുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിച്ച് ചേഞ്ചസ് ഇൻ ഐറ്റം മാസ്റ്റർ എന്നുള്ള ഓപ്ഷൻ S കൊടുക്കുക. ദെൻ എൻ്റർ അടിച്ച് വരുമ്പോഴത്തേക്കും നമ്മളുടെ HSN കോഡിലെ ടാക്സ് റേറ്റുകളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവും. മാനുവലി ഇതേപോലെ എല്ലാ HSNും F3 കൊടുത്ത് ചേഞ്ച് ആക്കാവുന്നതാണ്. ഈ GST അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സപ്പോർട്ട് ടീമുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.